നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരു സുപ്രധാന മാറ്റത്തിനായി കാത്തിരിക്കുകയാണ്. നാളെ തുടങ്ങാം, അടുത്ത തിങ്കളാഴ്ച തുടങ്ങാം, അല്ലെങ്കിൽ എല്ലാം ശരിയാകുമ്പോൾ തുടങ്ങാം എന്ന് കരുതി നാം ദിവസങ്ങളും വർഷങ്ങളും ഇങ്ങനെ തള്ളി നീക്കുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കുക, കാത്തിരുന്നാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. സമയം ആർക്കും വേണ്ടി കാത്തിരിക്കാറില്ല. നമ്മൾ സമയത്തിന് വേണ്ടിയും കാത്തിരിക്കരുത്. സ്റ്റോപ്പ് വെയിറ്റിംഗ് ഫോർ ദ പെർഫെക്റ്റ് മൊമെന്റ്. ടേക്ക് ദ മൊമെന്റ് ആൻഡ് മേക്ക് ഇറ്റ് പെർഫെക്റ്റ്. വെയിറ്റിംഗ് ഈസ് എ ട്രാപ്പ്. ദെയർ ഈസ് ഓൺലി നൗ. ഒരു നല്ല നാളേക്ക് വേണ്ടി, ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി, മനസ്സിന് പക്വത വരാൻ വേണ്ടി, സാഹചര്യങ്ങൾ അനുകൂലമാകാൻ വേണ്ടി നമ്മൾ പറയും അടുത്ത തിങ്കളാഴ്ച ഞാൻ തുടങ്ങും, അടുത്ത മാസം മുതൽ ഞാൻ കഠിനമായി പരിശ്രമിക്കും, ഈ സാമ്പത്തിക പ്രതിസന്ധി ഒന്ന് മാറട്ടെ, എന്നിട്ട് വേണം എന്റെ സ്വപ്നത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. പക്ഷേ സത്യസന്ധമായി സ്വന്തം നെഞ്ചിൽ കൈവച്ച് ഒന്ന് ആലോചിച്ച് നോക്കും. ആ അനുകൂലമായ സമയം ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ല. കാരണം അങ്ങനെ ഒരു സമയം ഈ പ്രപഞ്ചത്തിൽ എവിടെയും നിലനിൽക്കുന്നില്ല. അത് നമ്മുടെ മടിക്ക് നമ്മൾ തന്നെ കൊടുക്കുന്ന ഒരു മയക്കുമരുന്നാണ്. കാത്തിരിപ്പ് എന്ന് പറയുന്ന മയക്കുമരുന്ന്. ഓർക്കുക, കാത്തിരുന്നാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. നിങ്ങളുടെ ജീവിതം മാറ്റാൻ ആകാശത്ത് നിന്ന് ഒരു മാലാകയും ഇറങ്ങി വരില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ തന്നെ നടക്കില്ല. സമയം കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഒടുവിൽ പ്രായവും ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ തിരിച്ചറിയുക, നമ്മൾ കാത്തിരുന്ന് സ്വന്തം ജീവിതം ജീവിച്ച് തീർക്കുകയല്ലായിരുന്നു, മറിച്ച് വെറുതെ കളയുകയായിരുന്നു എന്ന്. How wonderful it is that nobody need wait a single moment before starting to improve the world. പ്രശസ്ത എഴുത്തുകാരി ആനി ഫ്രാങ്ക് പറഞ്ഞ ഈ വരികൾ വെറും ഒരു വാക്കല്ല, അതൊരു വലിയ സത്യമാണ്. ഈ ലോകത്തെ മാറ്റാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ലോകത്തെ മാറ്റിമറിക്കാനോ നിങ്ങൾ ഒരൊറ്റ നിമിഷം പോലും കാത്തിരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇന്ന് തുടങ്ങാം, ഇപ്പോൾ തുടങ്ങാം. നിങ്ങളുടെ കയ്യിൽ എന്ത് വിഭവങ്ങളാണോ ഉള്ളത് അത് വെച്ച് തുടങ്ങാം. പൂർണ്ണതയ്ക്ക് വേണ്ടി കാത്തിരിക്കരുത്. തുടക്കമാണ് പ്രധാനം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓൾവേസ് ദ ഹാർഡസ്റ്റ്. ആദ്യത്തെ ചുവടുവെപ്പ് എപ്പോഴും കഠിനമായിരിക്കും. ഭയം നിങ്ങളെ പിന്നോട്ട് വലിച്ചേക്കാം. ആളുകൾ എന്ത് പറയുമെന്ന ചിന്ത നിങ്ങളെ തളർത്തിയേക്കാം. പക്ഷേ ഓർക്കുക, നിങ്ങൾ വീണാലും എഴുന്നേറ്റാലും ഈ ലോകത്തിന് അതൊരു വിഷയമല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. ജസ്റ്റ് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. വഴികൾ തനിയെ തെളിഞ്ഞു വന്നുകൊള്ളും. നമ്മൾ വിചാരിക്കും വിജയിച്ച മനുഷ്യരൊക്കെ ഭാഗ്യവാന്മാരാണെന്ന്. അവർക്ക് എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നത് കൊണ്ടാണ് അവർ ആ നിലയിൽ എത്തിയതെന്ന്. എന്നാൽ ചരിത്രം എടുത്തു നോക്കൂ. ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു വ്യക്തി പോലും സുഖ സൗകര്യങ്ങളുടെ നടുവിൽ നിന്ന് വിജയിച്ചവരല്ല. വിജയിച്ചവരും പരാജയപ്പെട്ടവരും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം ഇതാണ്. പരാജയപ്പെട്ടവർ തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വരാൻ വേണ്ടി വഴിയിൽ കാത്തിരുന്നു. എന്നാൽ വിജയശില്പികൾ കഠിനമായ പ്രതികൂലമായ സാഹചര്യങ്ങളിലും മുന്നോട്ട് നടക്കാൻ തീരുമാനിച്ചു. അവർക്ക് വഴികൾ ഒരുക്കപ്പെട്ടിരുന്നില്ല. അവർ നടന്നുപോയ വഴിയിലാണ് പിന്നീട് വിപ്ലവങ്ങൾ ഉണ്ടായത്. എനിക്ക് മൂടില്ല, എനിക്കിപ്പോൾ അതിനുള്ള പണമില്ല, എന്നെ പിന്തുണക്കാൻ ആരുമില്ല. ഇതൊക്കെ വെറും ഒഴിവ് കഴിവുകളാണ്. കാത്തിരിപ്പ് എന്നത് ഭയത്തിന്റെ മറ്റൊരു രൂപമാണ്. പരാജയപ്പെടുമോ എന്ന ഭയം, ആളുകൾ എന്ത് പറയുമെന്ന ഭയം. ആ ഭയത്തെ നിങ്ങൾ ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേ മതിയാകും. തോമസ് ജെഫേഴ്സൺ പറഞ്ഞതുപോലെ നിങ്ങൾ ആരാണെന്ന് മറ്റുള്ളവരോട് ചോദിക്കേണ്ടതില്ല. നിങ്ങളുടെ പ്രവൃത്തികളാണ് നിങ്ങൾ ആരാണെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ എത്ര വലിയ സ്വപ്നം കണ്ടാലും എത്ര വലിയ പദ്ധതികൾ ഇട്ടാലും അതിലേക്ക് ഒരു ചെറിയ ചുവടുവെപ്പ് നടത്തിയില്ലെങ്കിൽ ആ ചിന്തകൾക്ക് 0 വിലയേ ഉള്ളൂ. ആദ്യത്തെ ചുവടുവെപ്പ്, അതാണ് ഏറ്റവും കഠിനമായ കാര്യം. ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇന്ധനം ആവശ്യമായി വരുന്നത്. അതുപോലെയാണ് നിങ്ങളുടെ ജീവിതവും. ആദ്യത്തെ ആ ചുവട്, ആദ്യത്തെ ആ വീഡിയോ, ആദ്യത്തെ ആ ബിസിനസ് പ്ലാൻ, ആദ്യത്തെ ആ പഠനമുറി, അത് തുടങ്ങാൻ വലിയൊരു ധൈര്യം വേണം. ഭയം നിങ്ങളെ പിന്നോട്ട് വലിച്ചേക്കാം. നീ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിപ്പിക്കാനാണ് എന്നിങ്ങനെ മനസ്സ് ചോദിച്ചേക്കാം. പക്ഷേ ഓർക്കുക, നിങ്ങൾ വീണാലും എഴുന്നേറ്റാലും ഈ ലോകത്തിന് അതൊരു വിഷയമല്ല. നിങ്ങൾ പരാജയപ്പെടുമ്പോൾ ചിരിക്കുന്നവർ നിങ്ങൾ വിജയിക്കുമ്പോൾ കൈയടിക്കാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. ജസ്റ്റ് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. വഴികൾ തനിയെ തെളിഞ്ഞു വന്നുകൊള്ളും. നിങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് പാതകൾ രൂപപ്പെടുന്നത്. ഇരിക്കുമ്പോൾ ഭയം കൂടും, നടക്കുമ്പോൾ ധൈര്യം കൂടും. അതുകൊണ്ട് മടിവിട്ട് എഴുന്നേൽക്കൂ. നിങ്ങളുടെ സമയം ഇപ്പോൾ തുടങ്ങുകയാണ്. ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല. കടന്നുപോയ കാലത്തോർത്ത് സങ്കടപ്പെടാനും ഇനി സമയമില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ മറ്റാരെങ്കിലും വന്ന് സഫലമാക്കി തരുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ ഹീറോ നിങ്ങൾ തന്നെയാണ്. ഇന്ന് ഈ നിമിഷം മുതൽ ഒരു മാറ്റം തുടങ്ങുക. ഫോൺ മാറ്റിവെക്കൂ. നിങ്ങളുടെ മടി നിങ്ങൾ മാറ്റിവെക്കൂ. ഒഴിവ് കഴിവുകൾ പറയുന്നത് ഇപ്പൊ അവസാനിപ്പിക്കൂ. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പിച്ച വെച്ചാണെങ്കിലും നിങ്ങൾ പിച്ച വെച്ചാണെങ്കിലും നടന്നു തുടങ്ങൂ. കാരണം കാത്തിരുന്നാൽ ഒന്നും സംഭവിക്കില്ല. വേക്ക് അപ്പ്, ക്ലീൻ അപ്പ്, ഷോ അപ്പ്, നെവർ ഗിവ് അപ്പ് ഓൺ യുവർ ഡ്രീംസ്. യുവർ ടൈം സ്റ്റാർട്ട് നൗ.